എല്ലാ പാറ്റകളും ഒന്നിച്ചു ചേർന്നാലോ? നിരാശയുടെ ഏതോ നിമിഷത്തിൽ 34-കാരൻ കുറിച്ച സമൂഹമാധ്യമ പോസ്റ്റിന് ഭരണശിലാ കേന്ദ്രത്തെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ തെരുവ് പ്രക്ഷോഭത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് അഭിജിത്ത് ദീപ്കെ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ ദളിത് കുടുംബത്തിലാണ് അഭിജിത്ത് ദീപ്കെ ജനിച്ചത്. അമേരിക്കയിലെ ബോൺസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ദീപ്കെ ചീഫ് ജസ്റ്റിസിന്റെ കോക്രോച്ച് പരാമർശത്തിന് പിന്നാലെ സമൂഹമാധ്യമത്തിലൂടെ തുടങ്ങിയ ആക്ഷേപ പാറ്റകൾ ഏറ്റെടുത്തു. ജൂൺ 6-ന് അഭിജിത്ത് അംബേദ്കറുടെ ചിത്രമേന്തിയാണ് ഡൽഹിയിൽ സമരവേദിക്ക് തുടക്കമിട്ടത്. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന സമരത്തിന് പാറ്റകൾ ഒത്തുകൂടി. സോനം വാങ്ചുക്കിന്റെ 26 ദിവസത്തെ നിരാഹാര സമരവും അഭിജിത്തിന് ഊർജം പകർന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള സമ്മർദ്ദം തുടരെ വേട്ടയാടിയപ്പോഴും സമാധാനം പാലിക്കാൻ അഭിജിത്ത് ആഹ്വാനം ചെയ്തു. 20-ന് നടന്ന പാർലമെന്റ് മാർച്ചിനിടെ പോലീസ് അതിക്രമിച്ചു തകർത്ത സമരവേദി ദീപ്കെ അന്നു രാത്രി തന്നെ പടുത്തുയർത്തി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പാക്കും വരെ യുവാക്കൾ അഭിജിത്തിന് കീഴിൽ അണിനിരന്നു. അസുഖബാധിതനായപ്പോഴും തെല്ലൊന്നും പിന്നോട്ട് പോയില്ല ദീപ്കെ. യുവാക്കളിൽ ഒരു തരി കനൽ വാരി വിതറിയാണ് ഉറക്കണ്ണുകളോടെ വിജയാവേശത്തിൽ അഭിജിത്ത് ദീപ്കെ ജന്തർ മന്ദിറിൽ നിന്ന് പടിയിറങ്ങുന്നത്. റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1, ഡൽഹി.